നമുക്കിന്ന് ഒരു വഴുതനങ്ങ വറുത്തരച്ച് കറി വെക്കാം. വഴുതനങ്ങ വറുത്തരച്ച് വെക്കാം. വഴുതനങ്ങ കഴുകി ഈ വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. കഴുകി ഇട്ടിട്ടുണ്ട്. അതിനാവശ്യമാണ് ചുമന്നുള്ളി, വറക്കാനുള്ള തേങ്ങ, ഇച്ചിരി വെളുത്തുള്ളി. ഇത് രണ്ടും നരിയാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിത് കൊഴുപ്പ് കൂട്ടാൻ രുചി കിട്ടാനുമായിട്ട് ഇച്ചിരി അരിയിട്ട് ഇച്ചിരി കരിയാപ്പില ഇത് മാത്രമാണ്. പിന്നെ അന്നേരം ചേർക്കുന്ന പൊടികൾ എന്താണെന്ന് പിന്നെ അന്നേരം പറയാം. ഇത് വറക്കാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ചട്ടി അടുപ്പിലിട്ട് വെക്കാം. ചുറ്റി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായപ്പോഴത്തേക്കിനും ഞാൻ ആദ്യം അരി ഇട്ടു. അരി എല്ലാം പൊട്ടി കഴിഞ്ഞ് വേണം തേങ്ങ ഇടാൻ. പൊട്ടി കഴിഞ്ഞ് മാത്രമേ തേങ്ങ ഇടാവുള്ളൂ. അരിയെല്ലാം എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഈ പൊട്ടി തീർന്ന ഈ കളറാകണത് കൊണ്ട് ഇതുപോലെ ഈ കളറായി കഴിയും വേണം ഈ തേങ്ങ ഇടാൻ. തേങ്ങ ഇട്ടു. ആ കൂടെ തന്നെ ഇട്ട് വെച്ച കരിയാപ്പില, വെളുത്തുള്ളി ആ കൂടെ തന്നെ എല്ലാം തന്നെ ഇട്ടു. ഈ പൊടികളൊക്കെ ഇത് മൂത്ത് കഴിഞ്ഞ് ഇത് ചേർക്കുക. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ കളറ് ആകണം. ശർക്കര ഇവിടെ മൂത്ത് പോയാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ചിലർക്ക് മൂത്ത് നല്ല മൂത്ത് കഴിയുമ്പോൾ ഈ പൊടി ഇടുവാണേ. ആദ്യം മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. അത് ഞങ്ങൾക്കിവിടെ എരിവ് കുറച്ച് മതി. കാരണം ഇച്ചിരി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് ചൂടാക്കി കിട്ടണം. തീ കുറച്ചിട്ട് ആണ് ഇനി അത് ചൂടാക്കാൻ. ഇനി ഇത് നമുക്ക് കപ്പിലേക്ക് മാറ്റാം. ഇത്ര എടുത്താൽ മതി. ബാക്കി നമ്മൾ ആ ചട്ടി തന്നെയാണ് ബാക്കി ചേർത്ത് വെക്കുന്നത്. അടുത്ത എണ്ണ ഒഴിക്കുകയാണ് അടുത്ത കൂട്ടിനുള്ളത്. ഇതൊന്ന് ചുറ്റിച്ച് വെക്കാം, അല്ലെങ്കിൽ സൈഡിൽ ഇരിക്കുന്ന എല്ലാം കൂടെ കരി. കടുക് പൊട്ടിക്കഴിഞ്ഞ് ചുമന്നുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കിനും വത്തൽ മുളക് അത് ഞാൻ ഇതിന് ചേർക്കേണ്ട അരിഞ്ഞു വെച്ച ചുമന്നുള്ളി ഇടുക. ഇന്ന് ഇളക്കിയുള്ള മയമായി കഴിയുമ്പോൾ വഴുതനങ്ങ ഇടാം. വഴുതനങ്ങ നമ്മുടെ പറമ്പിൽ നിന്ന് പച്ച വഴുതന, ഞാനിപ്പോഴാരും കഴിച്ച് പച്ച വഴുതനങ്ങയാണ്. ഈ അരപ്പിൻ്റെ ഈ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. മൂത്ത് കഴിയുമ്പോഴേ ഇതൊരുമാതിരി വാടിയിട്ടുണ്ട്. ചുമന്നുള്ളി വാടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ടു. അതിന് ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത് ഉപ്പും ഇടണം. ഇതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ അത്ര ഉപ്പും വേണം. ഉപ്പും മഞ്ഞൾപ്പൊടി തീ കുറച്ചിട്ട് ഇതിനെ വരുന്ന എല്ലാത്തിനും വെന്ത് കിട്ടണം. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ചേർത്ത എണ്ണയ്ക്കകത്തും ഇതിന് വെള്ളമുണ്ട്. ഇതിൻ്റെ വെള്ളത്തിലും തന്നെ വേണ്ട വെന്ത് അടച്ച് വെക്കുകയാണ്. ഈ വെള്ളത്തിന് പയ്യെ ആവിക്ക് ചെറു ചൂടിൽ നിന്ന് വെന്ത് കിട്ടണം. ഇടയ്ക്കൊന്ന്
ഇത് ഇളക്കി ഇടണം, എന്നാലും എല്ലാവരും ഒരുപോലെ വേഗമുള്ളൂ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വേഗം വെച്ചിരുന്ന വഴുതനങ്ങ ഇങ്ങനെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരക്കി ചേർക്കാം. മിക്സിക്കപ്പൊക്കെ ഒന്ന് കഴുകി റെഡി കറി റെഡി ആയിട്ടുണ്ട്. ഇത് തീ നിർത്തി ടേസ്റ്റ് ചെയ്യാൻ പപ്പായ്ക്ക് കൊടുക്കുക.